നുവിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടി വൈജ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒടുവിലതാ നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് കുറച്ച് നേരത്തേക്ക് ക്യാമറ പോവുകയാണ്. കടപ്പാട്ടൂർ വീട്ടുകാരെ കാണിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. ഒടുവിൽ മനു എത്തുന്നത് കാണിച്ചുകൊണ്ട് തന്നെയാണ് കടപ്പാട്ടൂർ വീടിൻ്റെ ഫ്രെയിം കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ മനുവിൻ്റെ വരവിൽ നമ്മുടെ ബബിതയും കൃഷ്ണയും മനുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നതും സംസാരിക്കുന്നതും കാണാൻ കഴിയും. കുറേ നാളായല്ലോ മനുവേട്ട കണ്ടിട്ട്, എവിടെയായിരുന്നു, എന്താണ് ഇത്രയും ദിവസം വരാതിരുന്നത്, അലീന ചേച്ചി പോയപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അലീന പോയിട്ട് മറന്നൊന്നുമല്ല. ഞാൻ അന്നൊക്കെ സത്യം പറഞ്ഞാൽ അലീന എങ്ങനെയുണ്ട്, പ്രശ്നങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇച്ചിരി ഗ്യാപ്പിട്ടത് നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ വന്നു കഴിയുമ്പോൾ നാവ് ചൊറിഞ്ഞു വരും, അതുകൊണ്ടാണ് ഇത്തിരി നീങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ചെന്നപാടി തന്നെ വൈജയന്തിയുടെ മുൻപിലേക്ക് തന്നെയാണ് ചെന്ന് കയറുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. വൈജയന്തിയാണെങ്കിൽ പറയാണ്, എന്താടാ മനു, കുറേ നാളായല്ലോ കണ്ടിട്ട്, അലീന ഇല്ലാത്തതുകൊണ്ടാണോ ഇവിടേക്കൊന്നും വരാത്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അലീന എന്ന ദുർഭൂതം ഈ വീട്ടിൽ നിന്ന് എന്ന് പോയോ അന്ന് ഈ വീടിൻ്റെ സമാധാനവും സന്തോഷമൊക്കെ തിരികെ വന്നു എന്ന് വൈജയന്തി സന്തോഷത്തോടെ പറയുമ്പോൾ അത് ആൻറ്റിയുടെ വെറും തോന്നലാണ്. കാര്യങ്ങൾ പുകയുന്നേയുള്ളൂ. അധികം വൈകാതെ തന്നെ ആൻറ്റിക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ആൻറ്റി അതിൻ്റെ കാരണമാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും.